അസ്സലാമു അലൈക്കും. ഹലോ ഹായ്. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണമൊക്കെയല്ലേ വരുന്നതല്ലേ, അപ്പോൾ എല്ലാവരും വീട്ടിൽ പായസം നിർബന്ധമാണ്. നമ്മൾ ഒരുപാട് വെറൈറ്റി പായസം കണ്ടിട്ടുണ്ട്, പക്ഷേ യൂട്യൂബിൽ തന്നെ ആദ്യമായിട്ടാണ് ഈ ഒരു പായസം കാണുന്നതും നിങ്ങൾ കേൾക്കുന്നത് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അടിപൊളി പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയ്ക്കും ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. അതുപോലെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോക്ക് പോവാം. അപ്പോൾ ഇതാ സ്റ്റൗവിലൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഈ ഒരു പായസത്തിൻ്റെ രഹസ്യം എന്ന് പറയുകയാണെങ്കിൽ, അപ്പോൾ ഇതിലേക്ക് നെയ്യ് കൂടുതൽ ആവശ്യമില്ല കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നെയ്യ് ഒരു 2 ടീസ്പൂൺ തന്നെ ധാരാളമാണ്. ഇതിലേക്ക് ആദ്യം തന്നെ കുറച്ച് നട്ട്സ് ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം. ഓവറായിട്ട് കരിഞ്ഞൊന്നും പോകണ്ട, അപ്പോൾ ഒരു ലൈറ്റായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് മുന്തിരിയും കൂടി ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. എനിക്ക് കുറേ ആയല്ലോ വീഡിയോ ചെയ്തിട്ട്, അപ്പോൾ ഒരു തപ്പലുണ്ട്, ഒന്ന് വോയിസ് കൊടുക്കുമ്പോൾ എന്തൊക്കെയോ ഒരു തപ്പലുണ്ട്, അപ്പോൾ ഒന്ന് ക്ഷമിക്കണം കേട്ടോ. അതപ്പോൾ മുന്തിരിയൊക്കെ വറുത്ത് മാറ്റി വെക്കാം നമുക്ക്. ഇനി ഇതിലേക്ക് ചെയ്യേണ്ടത്, ഞാനിപ്പോൾ 1/2 കപ്പ് റോയൽ കുക്ക്, അതായത് ബിരിയാണി അരിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് അരി വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ റോയൽ കുക്ക് എടുത്തിട്ടുള്ളത്. ഇത് നന്നായി കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ വാർത്തെടുക്കാം. ഇതേപോലെ വാർത്തെടുത്തിട്ടുണ്ട്. നേരത്തെ മാറ്റി വെച്ച് കുറച്ച് നെയ്യില്ലേ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഓവറായിട്ട് വറുത്തെടുക്കല്ലേ, കുറച്ചൊരു കളർ ചേഞ്ച് ആയതും വേഗം എടുക്കണം. അല്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ പായസം ഒന്ന് ഒരു അരിയൊക്കെ അത് തരിച്ചിരിക്കണ പോലെ ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ പേരിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി. ഈ ഒരു രീതിയിൽ വറുത്തെടുക്കാം. അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ആറിയതിന് ശേഷം മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. പൊടിക്കുമ്പോൾ ഓവറായിട്ട് നൈസായിട്ട് പൊടിക്കല്ലേ. ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഈ ഒരു അടുത്തേക്ക് വെച്ചിട്ട് കാണിച്ചു തരാം. ഈ ഒരു രീതിയിൽ വേണം ഒന്ന് പൊടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഒരു ചെറുതായിട്ടൊരു തരിതരിപ്പുണ്ട്. ആ ഒരു തരിതരിപ്പോട് കൂടിയിട്ട് വേണം ഒന്ന് പൊടിച്ചെടുക്കാനായിട്ട്. ഞാനിതിലേക്ക് 1 കപ്പ് പഞ്ചസാരയാണ് ഇടുന്നത്. ഇപ്പോൾ 1/2 കപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കാരമലൈസ് ചെയ്യാനായിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്ന് കാരമൽ ചെയ്തെടുക്കാം. ഇതിൽ പ്രത്യേകത പറയുമ്പോൾ നമ്മൾ നെയ്യ് ഓവറായിട്ട് വേണ്ട, മിൽക്ക് മെയ്ഡ് വേണ്ട. അതുപോലെ തന്നെ ഈ ഒരു കാരമലൈസ് തന്നെ ഭയങ്കര ടേസ്റ്റാണ്. ഇങ്ങനെ രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ കാരമൽ നന്നായിട്ട് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. കവർ പാലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാലോ അല്ലെങ്കിൽ പശുപാലോ വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഏത് പാലെടുക്കുകയാണെങ്കിലും ഒരു തുള്ളി വെള്ളം ചേർക്കാതെ നല്ല കട്ടിയുള്ള പാലെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം തന്നെ ഇതൊരു രുചിയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കാം. നമ്മൾ കാരമൽ നന്നായിട്ടൊന്ന് മെൽറ്റായി വരണം കേട്ടോ. അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ പാലും ഒന്ന് കുറുകി വറ്റി കിട്ടും കേട്ടോ. ഈ ഒരു രീതിയിൽ ഒന്ന് വറ്റി കിട്ടും. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് ആ ഒരു പാലിൻ്റെ പാടയൊക്കെ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടും. അപ്പോൾ ഈ ഒരു രീതിക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നല്ലതുപോലെ തിളച്ചൊന്ന് വറ്റി കിട്ടണം കേട്ടോ. ഒരു തുള്ളി വെള്ളം ചേർക്കാതെ വേണം ഒന്ന് ഉണ്ടാക്കി കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒന്നിച്ച് കൊട്ടാതെ നമ്മൾ വറുത്ത് പൊടിച്ച് മാറ്റി വെച്ച ഈ ഒരു അരി ഇങ്ങനെ ചെറുതായിട്ട് കുറച്ചായിട്ട് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു കയ്യിൽ ഇളക്കണമുണ്ട്, ഒരു കയ്യിൽ കൂട്ടണമുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ രീതിക്ക് ഒന്ന് ചെയ്താൽ കട്ട കുത്താതെ നല്ല നേരെ ഒന്ന് നമുക്ക് വെന്ത് കിട്ടും കേട്ടോ. അതിൻ്റെ കുറച്ചായിട്ട് ഇട്ടാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ പായസം ഉണ്ടെങ്കിൽ ഇതിൻ്റെ അളവൊക്കെ എടുക്കുക. കുറവാണെങ്കിൽ ഇതിൻ്റെ പോലെ ഒരു 1/2 പാക്കറ്റ് പാലെടുക്കുക. അപ്പോൾ അതിൻ്റെ കുറച്ച് അളവിൽ അരി എടുക്കുക കേട്ടോ. ഒക്കെ നമുക്ക് കുറച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് ഒന്ന് വറ്റി കിട്ടിയിട്ടുണ്ട്. നമ്മളെ പായസം നന്നായിട്ട് കളർ ചേഞ്ച് ആയിട്ടുണ്ട്. അരിയും അതേപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു സ്റ്റേജിൽ നമ്മൾ ബാക്കി ഒരു 1/2 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം. മൊത്തത്തിൽ 1 കപ്പ് പഞ്ചസാരയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ 1 കപ്പ് പഞ്ചസാര നല്ല കറക്റ്റ് മധുരമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണോ 3 ടേബിൾ സ്പൂണോ നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി കുറവാണെങ്കിൽ ഇതിൽ കുറച്ചിട്ടാൽ മതി. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. നമ്മളെ മധുരം മുന്നിട്ട് നിൽക്കാനാണ്, നല്ല ടേസ്റ്റ് കിട്ടാനായിട്ട് 1 പിഞ്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ വറുത്ത് മാറ്റി വെച്ച നട്ട്സും കൂടി ഇതിലേക്ക് ആഡാക്കി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ പായസം എന്ന് പറയല്. ലാസ്റ്റ് സ്റ്റേജിലാണ് നമ്മൾ ഒരു അണ്ടിപ്പരിപ്പല്ല, നമ്മൾ ഏലക്കയും കൂടി ഇട്ടിട്ട് നമ്മളെ ഫൈനൽ സ്റ്റേജ് സെറ്റായിട്ടോ പായസം. അപ്പോൾ ഇപ്പോൾ തന്നെ
ഒരു സ്മെല്ല് വെച്ചിട്ടോ. ഞാൻ 10 ഏലക്കിൻ്റെ കുരു മാത്രം എടുത്തിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ചെയ്താൽ നമ്മൾ എല്ലാ പായസത്തിൻ്റെ ഫുള്ളായിട്ട് കഴിഞ്ഞിട്ട് ചൂടോടുകൂടി സെർവ് ചെയ്യുകയാണ്. അടിപൊളി ടേസ്റ്റാണ് മക്കളെ. എന്തായാലും ഉണ്ടാക്കി നോക്കുക. ഇതൊരിക്കലെങ്കിലും നിങ്ങൾ ഈ ഒരു ഓണത്തിന് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾ പിന്നെ ഇതന്നെ ഉണ്ടാക്കി നോക്കും. അപ്പോൾ യൂട്യൂബിൽ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ആദ്യമായിട്ട് ഈ ഒരു പായസം നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഇതേപോലെ ഒരു പായസം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു റെസിപ്പി വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ ടിപ്സ് വീഡിയോ ആയിട്ടോ ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എന്തായാലും കമൻറ്റ് അറിയിക്കുക. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു. ടേക്ക് കെയർ, ബൈ, താങ്ക് യു.